വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ അതിഥികളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബുദ്ധിസ്രോതസ്സുകളായ നേതാക്കളെ, അതിഥികളെ, വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാല് ദിവസത്തെ മുജാഹിദ് 8ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ അല്ലാഹുവിനോട് സ്തുതി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. മതം, മാനവികത, നവോത്ഥാനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിക ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഊട്ടി വളർത്തിയ നവോത്ഥാന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. കേരളീയ മനസ്സുകളിൽ മാറ്റത്തിന്റെയും വികസനത്തിന്റെയും പുതിയ ചിന്തകളും ചക്രവാളങ്ങളും രചിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ കേരളീയ നവോത്ഥാനവുമായി ബന്ധപ്പെടുത്തുമ്പോൾ വിസ്മരിക്കുവാൻ ആർക്കും സാധ്യമല്ല. മഹാന്മാരായ മൗലാന അബുൽ കലാം ആസാദ്, വക്കം മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, മൊയ്തു മൗലവി, സീതി സാഹിബ്, മണപ്പാട്ട് കുഞ്ഞോമദ് ഹാജി മുതലായ സമൂർത്ത പ്രതിഭകളുടെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു ആശയ വിപ്ലവമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യുകയും പരിശുദ്ധ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം. ഇസ്ലാമിനെ വഴിതെറ്റാതെ നേരായ മാർഗത്തിലൂടെ നയിക്കുവാനും മുസ്ലിം ജനസാമാന്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സാധിക്കുന്ന വലിയൊരു പാരമ്പര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് അവകാശപ്പെടുവാനുള്ളത്. സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം നാം ജീവിക്കുന്ന ഇന്ത്യയിൽ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നമുക്കുണ്ട്. എല്ലാവിധ മതവിശ്വാസങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുന്നതിന് വേണ്ട സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മുടെ മതവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ട സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശങ്ങളും മറ്റൊരു രാജ്യത്തിനുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇന്ത്യയിൽ ലഭിക്കുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യവും ജനാധിപത്യവും സമുദായത്തിനില്ല, മുസ്ലിം സമുദായത്തിനില്ല. 170-180 കോടി വിശ്വാസികൾ, ലോക ജനസംഖ്യയുടെ 20% കൂടുതലുള്ള മുസ്ലിം ജനസാമാന്യം പല സ്ഥലത്തും നിലനിൽപ്പിന് വേണ്ടി പോരാടുമ്പോൾ
ഇന്ത്യയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയ 67 വർഷത്തിന് ശേഷവും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഏറ്റവും സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കുവാൻ മുസ്ലിം സമുദായത്തിന് ഇവിടെ സാധിക്കുന്നുണ്ട്. എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഒരു ശരിയായ കാഴ്ചപ്പാട് മുസ്ലിം സമുദായത്തിന് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ആയുധമെടുത്തുകൊണ്ട് അടരാടുക എന്നതല്ല ന്യൂനപക്ഷങ്ങളായ മുസ്ലിമീങ്ങളുടെ ഉത്തരവാദിത്തം. സമാധാനത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പാതയിലൂടെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളിലൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. എന്റെ ബഹുമാന്യനായ സുഹൃത്ത് ഹുസൈൻ മടവൂരിനും ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ബുദ്ധിജീവികളായ തത്വചിന്തകർക്കും യഥാർത്ഥ വഴികാട്ടിയായി ഇസ്ലാമിനെ എന്റെ വഴികാട്ടിയായി നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. മുസ്ലിമീങ്ങൾക്ക് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തകർന്നു കിടക്കുന്ന ഒരു സമുദായം ഏത് എന്ന് നോക്കിയാൽ അത് മുസ്ലിം സമുദായമാണെന്ന് കാണാൻ സാധിക്കും. കേരളത്തിൽ നമ്മൾ വളർന്നിട്ടുണ്ട്. പക്ഷെ അത് മാത്രം മതിയോ? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സ്നേഹത്തിന്റെ സന്ദേശങ്ങളുമായി സംരക്ഷണത്തിന്റെ ഗീതകങ്ങളുമായി നമുക്ക് എത്തുവാൻ സാധിക്കണം. എനിക്കറിയാം ഈ മുജാഹിദ് പ്രസ്ഥാനം ആസാമിലെ കലാപത്തിന് ശേഷം ദുരിതമനുഭവിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഹുസൈൻ മടവൂരും സലാഹുദ്ദീൻ മദനിയും ഒക്കെ അവർക്ക് വേണ്ട വസ്ത്രങ്ങളും ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് വേണ്ട വസ്ത്രങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പാതയിലൂടെ മുസാഫർ നഗറിലും അടുത്ത കാലത്ത് കലാപമുണ്ടായി. ഈ വിശാലമായ രാജ്യത്ത് ഒറ്റപ്പെട്ട കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മുസ്ലിമീങ്ങൾ ഒരു കാരണവശാലും നമ്മളുടെ ആത്മനിയന്ത്രണം കൈവിടരുത്. പരിശുദ്ധ ഖുർആനിലും വിശുദ്ധ സുന്നത്തുകളിലും മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാജ്യം നമ്മളുടെ ജന്മാവകാശമാണ്, ഇവിടെ ജീവിക്കുക എന്നുള്ളത് നമ്മളെ റൈറ്റാണ്, ബർത്ത് റൈറ്റാണ് എന്ന വിശ്വാസം മനസ്സിൽ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുവാൻ നമുക്ക് സാധിക്കണം. ആരുടെയും മുമ്പിൽ അപകർഷതാബോധം പാടില്ല. ആരെയും പിന്നിലല്ല പിറകിലല്ല മുസ്ലിം സമുദായം. ആത്മശിക്ഷണത്തിന്റെ കാര്യത്തിൽ, തത്വചിന്തകളുടെ കാര്യത്തിൽ, വലിയ ദർശനങ്ങളുടെ കാര്യത്തിൽ നമ്മളെല്ലാവരെക്കാട്ടിലും മുമ്പിലാണ് എന്ന വിശ്വാസം നമുക്കുണ്ടാവണം. നമ്മളില്ലെങ്കിൽ ഇന്ത്യയില്ല, ഇന്ത്യയില്ലെങ്കിൽ നമ്മളുമില്ല. മുസ്ലിം സമുദായം ഓർക്കണം, 18% വരുന്ന മുസ്ലിമീങ്ങൾ കാനേഷ്മാരി കണക്കിൽ 14-15% യഥാർത്ഥത്തിൽ 18% മുസ്ലിമീങ്ങൾ ഇവിടെ ജീവിക്കുന്നു. അവരില്ലാതെ ഇന്ത്യയില്ല. അതോടൊപ്പം നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മളില്ലാതെ ഇന്ത്യയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയില്ലാതെ നമ്മളുമില്ല.
നമുക്ക് പോകാൻ മറ്റൊരിടമില്ല. ഈ മണ്ണിൽ ജനിച്ച് ജീവിച്ച് വളർന്ന് ഇവിടുത്തെ വായു ശ്വസിച്ച് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് പൊതുസമൂഹത്തിന്റെ അലങ്കാരമായി മാറി നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നു. യഥാർത്ഥ മുസ്ലിമിനെ വിശ്വസിക്കുന്നത് പോലെ മറ്റാരെയും വിശ്വസിക്കുവാൻ ഈ പൊതുസമൂഹത്തിന് സാധിക്കില്ല. കാരണം അവൻ പിൻപറ്റുന്ന പരിശുദ്ധ ഖുർആൻ അവനെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുന്നതിന് വേണ്ടിയാണ്. ആർക്കും വിശ്വസിച്ചൊരു മുസ്ലിമിനെ എന്ത് ഏൽപ്പിക്കാം? ആർക്കും വിശ്വസിക്കാം. അഭയം തേടി വരുന്നവർക്ക് അഭയം കൊടുക്കുന്നവനാണ് മുസൽമാൻ, ചതിക്കാത്തവനാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ നമുക്ക് വളരുന്നതിന് വേണ്ടി സാധിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ അവകാശം പിടിച്ച് പറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതുകൊണ്ട് തന്നെ നമ്മൾ മുൻപന്തിയിലേക്ക് ഇറങ്ങി ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുമ്പോട്ട് നീങ്ങണം. മുജാഹിദ് കോൺഫറൻസിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിനുള്ള അവസരം എനിക്കുണ്ടാക്കി തന്ന എൻ്റെ സുഹൃത്തുക്കളോട് നന്ദി പറഞ്ഞ് ഈ 8ാം സംസ്ഥാന സമ്മേളനം കേരളീയ സാമൂഹ്യ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.